أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. صدق الله العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരന്മാരെ, സർവശക്തനായ നാഥന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സൂക്ഷ്മതയുള്ള അടിയാറുകളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അതേപോലെ എൻ്റെ സഹോദരന്മാരോടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വളരെ സൂക്ഷ്മതയോടുകൂടി അനുധാവനം ചെയ്ത് ജീവിക്കുന്ന അവന്റെ ഉത്തമദാസന്മാരിൽ പടച്ച തമ്പുരാൻ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ വളരെ അടുത്തു വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമുക്കെല്ലാം ഭാഗ്യമുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് അടുത്ത വെള്ളിയാഴ്ച നാം പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 1-2 ആഴ്ചകളിലായി ഈ പുണ്യമാസത്തിൽ നാം അനിവാര്യമായി നമ്മുടെ ശ്രദ്ധയിലേക്ക് വരേണ്ട ചില കാര്യങ്ങളെ ക്രമപ്രവൃത്തമായി സമയബന്ധിതമായിട്ട് ഓർമ്മപ്പെടുത്തുകയായിരുന്നു നമ്മുടെ ഖുതുബകളിലൂടെ. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ അനുബന്ധമെന്നോണം ചില കാര്യങ്ങൾ കൂടെ ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമുക്ക് ശരീരവുമുണ്ട് ആത്മാവുമുണ്ട്. ശരീരത്തെയാണ് നാം പരിഗണിക്കുന്നത്, ആത്മാവിനെയല്ല. ആത്മാവിന്റെ സംസ്കരണത്തിന്റെ ഒരു മാസമാണ്, അതിനെ സ്ഫുടം ചെയ്തെടുക്കുവാനുള്ള ഒരു മാസമാണ്. ആയതുകൊണ്ട് തന്നെ അതിനെ സംസ്കരിച്ചെടുക്കുവാനുള്ള പ്രക്രിയയിലും പ്രവർത്തനത്തിലും നമ്മൾ നമ്മെ വ്യാപൃതരാകേണ്ടതുണ്ട് എന്നിത്യാദി കാര്യങ്ങളെ കുറിച്ചാണ് ചെറുതായിട്ട് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയത്. ആ ആയത്ത് തന്നെയാണ് ഞാനിവിടെ ഓതി കേൾപ്പിച്ചതും ഇവിടെ നമ്മളിപ്പോൾ ഓതി വെച്ചതും അത് തന്നെയാണ്. രണ്ട് തരം നിലപാടുകളുണ്ട്. ഒന്ന്, അതിക്രമികളായിക്കൊണ്ട് എല്ലാം മറന്ന് തന്റെ ദേഹേച്ഛയെ പിൻപറ്റി തന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങളെയും ഇച്ഛകളെയും കാമനകളെയും മോഹങ്ങളുടെയും ഒക്കെ അടിമയായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പറ്റം ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം നരകമാണ് അവരുടെ സങ്കേതം. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവർ കൃത്യമായിട്ട് അവരുടെ മനസ്സിനെ, അവരുടെ ശരീരത്തെ, അവരുടെ ഇച്ഛകളെ ഒക്കെ അവരുടെ ആത്മാവിനെ കൊണ്ട് ശക്തമായിട്ട് നിയന്ത്രിച്ചെടുക്കുന്നു. ആ നിയന്ത്രണത്തിന്റെ കീഴിൽ തന്റെ ശരീരത്തെയും തന്റെ ആഗ്രഹങ്ങളെയും ഒക്കെ കൊണ്ടുപോകുന്നു. അങ്ങനെ ശരീരത്തിന് മേൽക്കൊയ്മ കിട്ടാതെ ആത്മാവിന് മേൽക്കൊയ്മ കിട്ടുകയും ശരീരത്തെ ആത്മാവിനെ കൊണ്ട് നിയന്ത്രിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ നാഥന്റെ മുന്നിൽ ആ റബ്ബിന്റെ മുമ്പിൽ നിൽക്കണം എന്ന ഭയപ്പാടോടുകൂടി അങ്ങനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് ജന്നത്ത്, അവർക്കുള്ളതാണ് സ്വർഗം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യവും അവിടെ തന്നെയാണ്. നമ്മളെല്ലാം ഇപ്പം വീട്ടിൽ നിന്ന് ഖുതുബയ്ക്ക് ഇങ്ങോട്ട് പോകുന്ന ആളുകളാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെയാണ് വീട്ടിലേക്ക് തന്നെയാണ് പോകേണ്ടത്. ഒന്നുകിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രി അവിടെ തന്നെയാണ് പോകേണ്ടത്. എല്ലാവരും അവരെവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടെ തിരിച്ചെത്തുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമായിട്ട് കണ്ടിട്ടുള്ള ഒരു പറ്റം ആളുകളാണ് നമ്മളൊക്കെ. ആ അർത്ഥത്തിൽ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുറപ്പെട്ടത് സ്വർഗത്തിൽ നിന്നാണ്. നമ്മുടെ ഉപ്പയും മറ്റൊക്കെ സ്വർഗത്തിലാണ് ഉണ്ടായിരുന്നത്, ആദമും ഹവ്വായും ഒക്കെ. അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഇവിടേക്ക് വന്ന് അത് ഒരു പഴം തിന്നതിന്റെ പേരിലാണ് ആ നരകം, ആ സ്വർഗം നമുക്ക് നഷ്ടപ്പെട്ടത്. ഇനി നമുക്ക് ആ സ്വർഗം തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ആ തിരിച്ചു പിടിക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു പഴം മാത്രമല്ല, എന്തെല്ലാമാണോ അല്ലാഹ് വേണ്ട എന്ന് പറഞ്ഞത് അത് മുഴുവൻ വേണ്ട എന്ന് വെച്ചുകൊണ്ട് നമ്മൾ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശക്തമായ പോരാട്ടത്തിലാണ്. മിനൽ ജന്നത്തി ഇലൽ ജന്ന, സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് തന്നെ. നാം സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ട ആളുകളാണ്, തിരിച്ച് ആ സ്വർഗത്തിലേക്ക് തന്നെ എത്തിപ്പെടണം. ഈ മാസത്തിലുടനീളം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ, അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ.
ഞങ്ങൾക്ക് നരകം വേണ്ട, ഞങ്ങൾക്ക് സ്വർഗം മതി, ഞങ്ങൾ ആ സ്വർഗം നിന്നോട് ചോദിക്കുന്നു. ഈ മാസം ഉടനീളം നമ്മുടെ മുദ്രാവാക്യം നമുക്ക് പറയാനുള്ളത്, പടച്ച തമ്പുരാന്റെ മുമ്പിൽ വെക്കാനുള്ള ഏറ്റവും വലിയ ഒരു അപേക്ഷ എന്ന് പറയുന്നത് ഞങ്ങളെ തിരിച്ച് അങ്ങോട്ട് തന്നെ എത്തിക്കണമേ. അതിനുവേണ്ടി ഏത് നിയന്ത്രണങ്ങളും ഏത് സംവിധാനങ്ങളും ചെയ്യുവാൻ ഞങ്ങൾ തയ്യാറാണ്. കുടിക്കാതെ ഇരിക്കാം, ഭക്ഷണം കഴിക്കാതിരിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് എത്തേണ്ടത്. അതിലേക്കുള്ള ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ്. അതിനോടുള്ള ഒരു സംവിധാനത്തിൽ കൂടെ മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ആലോചിക്കേണ്ടതുണ്ട്. ഒരു റമദാനിൽ നിന്ന് അടുത്ത റമദാൻ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. അത് പ്രത്യേകിച്ച് മാർച്ച് മാസം കൂടെയാണല്ലോ ഇപ്പോൾ, അല്ലേ? മാർച്ച് മാസം ആകുമ്പോൾ ഈ കച്ചവടക്കാരൻ, എൻ്റെ മുമ്പിലിരിക്കുന്ന കുറേ ആളുകൾ കച്ചവടക്കാരാണ്. കച്ചവടക്കാരൊക്കെ ഈ മാർച്ച് മാസത്തിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്കറിയാം, അവരുടെ ചരക്കുകൾ മുഴുവൻ എടുക്കുന്നു, എന്നിട്ട് അതിന്റെ സ്റ്റോക്ക് മുഴുവൻ എടുത്തു നോക്കുന്നു. ഔട്ട്സ്റ്റാൻഡിങ് എത്രയുണ്ട്, പുറത്തൊക്കെ എത്രയുണ്ട്, ബാലൻസ് എത്രയുണ്ട്, കയ്യിരിപ്പ് എത്രയുണ്ട്, അവന്റെ ബാലൻസ് ഷീറ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നു. എന്നിട്ട് കഴിഞ്ഞ വർഷത്തെ അവരുടെ ലാഭവും നഷ്ടവും ഛേദവും എല്ലാം അവർ കണക്കിലാക്കും. കണക്കെടുത്തുകൊണ്ട് വരുന്ന വർഷങ്ങളിൽ നഷ്ടമില്ലാതെ അവരുടെ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ചില നയവും കൃത്യമായ ചില പരിപാടികളും കൃത്യമായ ചില ചിട്ടകളും വ്യവസ്ഥകളുമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്താണ് കഴിഞ്ഞ വർഷം എൻ്റെ കച്ചവടത്തിന് പറ്റിയത്, എന്തേ ഇങ്ങനെ നഷ്ടമായി പോകാൻ കാരണം, അല്ലെങ്കിൽ എന്തേ എനിക്ക് ലാഭമില്ലാതായി പോകാൻ കാരണം എന്നുള്ളത് തലപുകഞ്ഞ് ആലോചിച്ച് അടുത്ത വർഷത്തേക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തും. മറ്റൊന്ന്, മാർച്ച് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സാമുകളുടെ മാസമാണ്, പരീക്ഷകളുടെ മാസമാണ്. ഒരു വർഷം എന്നിട്ട് അവസാനിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു വർഷം മുഴുവൻ പഠിച്ചത് ആ പരീക്ഷയുടെ മുന്നിൽ ചെന്ന് ഇരിക്കാൻ പോകുന്ന ദിവസങ്ങളായിരിക്കും. അവിടെ അവനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പഠിക്കണം, ഏതിലൊക്കെ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതൊക്കെ നോക്കി ഇതുവരെ പഠിച്ചത് മുഴുവൻ ഒന്ന് മനനം ചെയ്ത് ഒന്ന് തിരിഞ്ഞു നോക്കി പുതിയ ഒരു പാഠഭാഗങ്ങളും പുതിയ പാഠ്യ രീതികളും ഒക്കെ ആയിട്ട് അവനങ്ങോട്ട് മുന്നോട്ട് പോയി ആ എക്സാമിനെ വളരെ ധൈര്യസമേതം നേരിടാൻ വേണ്ടി പോകുന്ന ഒരു വിദ്യാർത്ഥികളുടെ ഒരു സമകാലീന സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഇത് രണ്ടും ഈ മാസത്തെ ഒരു വിശ്വാസിയുമായി ബന്ധപ്പെട്ടത് സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. അലിയ സത്യവിശ്വാസികളെ, നിങ്ങൾ നോക്കുക, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക നിങ്ങളുടെ നാഥനെ. വൽതൻദുർ നഫ്സും, നിങ്ങളുടെ ഓരോ ആത്മാവും നോക്കിക്കൊള്ളട്ടെ, മാ ഖദ്ദമത് ലിഗദിൻ, എന്താണ് നാളേക്ക് ഞാൻ കരുതിയും നേടിയും ഒരുക്കിയും വെച്ചിട്ടുള്ളത്. നാളേക്ക് എന്റെ നീക്കിവെപ്പ് എന്താണ്, എന്റെ കരുതി വെപ്പ് എന്താണ്, നോക്കിക്കൊള്ളട്ടെ. തീർച്ചയായിട്ടും വളരെ സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ് നിങ്ങളുടെ നാഥൻ എന്ന് പറയുമ്പോൾ ഒരു കച്ചവടക്കാരൻ തന്റെ വ്യാപാരത്തെ മുഴുവൻ കണക്കെടുത്തുകൊണ്ട് തന്നെ അതിനെ ഇഴകീറി പരിശോധിക്കുന്നത് പോലെ ഒരു വിദ്യാർത്ഥി തന്നെ വരാൻ പോകുന്ന ആ പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ തയ്യാറെടുപ്പിക്കുന്നത് പോലെ ഈ രണ്ടർത്ഥത്തിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്, മാർച്ച് മാസത്തിലെ ഈ റമദാൻ എന്ന് പറയുന്നത് അവൻക്ക് ഒരു ഭാഗത്ത് കണക്കെടുപ്പാണ്, മറുഭാഗത്ത് അവൻ തയ്യാറെടുപ്പാണ്. ഇത് രണ്ടിന്റെയും മാസമാണ്. ഒരു വലിയ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ്, അതിന് പരമാവധി മാർക്ക് സ്കോർ ചെയ്യാനുള്ള തയ്യാറെടുപ്പ്. ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും ലാഭം ഉണ്ടാക്കിയെടുക്കാൻ, അങ്ങനെയാണല്ലോ വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തെ പഠിപ്പിച്ചത്. ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് അങ്ങനെയാ ചോദിച്ചത്. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾക്ക് വേദനാജനകമായ ഒരു വളരെ മോശമായ ഒരു ദുരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുവാൻ പര്യാപ്തമായിട്ടുള്ള ഒരു കച്ചവടം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലും വിശ്വസിക്കുകയും റബ്ബിന്റെ മാർഗത്തിൽ പോരാടുകയും പരിശ്രമിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ മാല് കൊണ്ടും നഫ്സ് കൊണ്ടും ഒക്കെ നിങ്ങൾ പണിയെടുക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത് വലിയൊരു കച്ചവടമായിട്ടാണ്. അതൊരു വലിയ ലാഭകരമായ കച്ചവടമായിട്ടാണ്. ഈ ദുനിയാവിലെ ചരക്ക് ഐഹികമായിട്ടുള്ള ഈ വിഭവങ്ങൾ എന്ന് പറയുന്നത് അത് ലൈബൻ വലഹുൻ, അത് കളിയും തമാശയും മാത്രമാണ്. ഇതൊന്നും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. നിങ്ങൾക്ക് സ്ഥായിയായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് നാളെ ഒരു പരലോകമുണ്ട്, നാളെ ഒരു സ്വർഗമുണ്ട്. അവിടേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പര്യാപ്തമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു കച്ചവടക്കാരന്റെ കച്ചവട കണ്ണോടുകൂടി
അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിന്റെ ലാഭക്കാഴ്ചയോട് ലാഭക്കണ്ണോടുകൂടി നിങ്ങൾ ഈ അമലുകളെയും വിവാദത്തുകളെയും അതേപോലുള്ള കാര്യങ്ങളെയും സമീപിക്കണം എന്നാണ് ഒരു വിശ്വാസി പരിശുദ്ധ റമദാനോടനുബന്ധിച്ച് വായിച്ചെടുക്കേണ്ടത്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അള്ളാഹുവും നമ്മളും തമ്മിലൊരു കച്ചവടമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള ആയുസ്സിനെയും ആരോഗ്യത്തെയും സമയത്തെയും അതുപോലുള്ള സമ്പത്തിനെയും അതുപോലെ എന്തെല്ലാമാണോ അവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ളത് അത് മുഴുവൻ റബ്ബിന്റെ മാർഗത്തിൽ കൊടുക്കാൻ നമ്മൾ തയ്യാറാവുകയാണ്. എന്നിട്ട് പടച്ച തമ്പുരാന്റെ അടുത്ത് കൊടുത്തുകൊണ്ട് അവനിൽ നിന്ന് അത് പരമാവധി വില നമുക്ക് ഇങ്ങോട്ട് വാങ്ങേണ്ടതുണ്ട്, മാക്സിമം വില കിട്ടേണ്ടതുണ്ട്. അതാണ് ഒരു കച്ചവടക്കാരൻ എന്ന് പറയുന്നത്. തന്റെ ചരക്കിന് പരമാവധി വില കിട്ടാൻ അയാൾ ആഗ്രഹിക്കുന്നു. ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കുറഞ്ഞ കാശ് കൊടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ലാഭം. അതാണല്ലോ ഈ വലിയ മാളുകളിലൊക്കെ ഓഫർ ഇടുമ്പോൾ നമ്മുടെ ആളുകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പോൾ രാത്രി 2 മണി തൊട്ട് 3 മണി വരെയാണ് ഓഫർ പറയുന്നത്. ഗൾഫിലെ മാളുകളില് രാത്രി 2 മണി തൊട്ട് 3 മണി വരെ ഓഫർ. നമ്മുടെ ആളുകൾ എന്താ ചെയ്യാന്നറിയോ? തഹജ്ജുദിനും കൂടെ എണീക്കാത്ത ആളുകൾ രാത്രി 2 മണിക്ക് എണീച്ചിട്ട് ചെന്ന് വണ്ടി വരിവരിയായിട്ട് നിൽക്കും. 1000 ഉറുപ്പ്യക്ക് 3000 ഉറുപ്പ്യക്ക് സാധനം കിട്ടുക അവരുടെ വെറുതെ വിടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ വലിയൊരു ഓഫറാ പറയുന്നത്, ചെറിയ ഓഫറല്ല. നിങ്ങൾക്ക് ഈ ഷഹറുൽ അദീം, ഷഹറുൽ മുബാറക്, ഇതൊരു വളരെ വിചിത്രമായ മാസം, വളരെ അനുഗ്രഹീതമായ മാസം, വളരെയധികം പ്രതിഫലമുള്ള മാസം. ഈ മാസത്തിൽ നിങ്ങളുടെ ഓരോ സുന്നത്തിനും ഫർദിന്റെ പ്രതിഫലം, ഓരോ ഫർദിന്റെയും 700 ഇരട്ടി പ്രതിഫലം, ഇങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ലാഭം തരാൻ തയ്യാറാകുന്ന ഒരു മാസത്തെ കുറിച്ച് ഇതേപോലെ ഒരു ശഅബാനിന്റെ അവസാനത്തെ ദിവസത്തിൽ പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു. ആയതുകൊണ്ട് തന്നെ വിശ്വാസി സമൂഹം ഈ ദിവസങ്ങളെ എങ്ങനെ എടുക്കേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ ഒന്നാമത്തത് അൽ ഖയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ഒന്നാമതായിട്ട് ഒരു വിശ്വാസി, ഒരു ബുദ്ധിയുള്ളവനാണെങ്കിൽ, അല്പ അന്തവും ബോധവും ബുദ്ധിയും ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ, അങ്ങനെയാ പറയുന്നത്. അൽ ഖയ്യിസ്, ആരാണ് വിവരമുള്ളവൻ, ആരാണ് ബുദ്ധിയുള്ളവൻ? ഞാൻ നിങ്ങളൊക്കെ വിവരമുള്ളവനായിട്ട് ആരെയാ കാണില്ലെന്നറിയോ? നല്ല ചുളിവിൽ കാശുണ്ടാക്കിയ ആളെ അല്ലേ? അവനും പോയി ഗൾഫിൽ ഇവനും പോയി, അവൻ കേട്ടോ കുറച്ചു കാലം കൊണ്ട് എന്തൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുവന്ന് ഉഷാറാക്കി കൊണ്ടുവന്ന്. അത് എങ്ങനെ ഉണ്ടാക്കിയെന്നല്ല, ഉഷാറായി ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാൾ വളരെ സമർത്ഥനായിട്ടാണ് ഇവിടെ മനസ്സിലാക്കപ്പെടുക. അങ്ങനെയാണ്. അതേസമയം മറ്റേ ആൾ ബുദ്ധിയുള്ള ഇല്ലാത്ത ആളാണ്. ഒരു സർവീസിലൊക്കെ ഇരുന്ന് സർക്കാർ സർവീസിൽ ഇതുവരെ ഒന്നും സമ്പാദിച്ചില്ല, മറ്റേ ആൾ കണ്ടില്ല, അടിച്ചു പൊളിച്ച് ഉഷാറാക്കി. ആയതുകൊണ്ട് അവൻ ബുദ്ധിമാനിക്കോ ബുദ്ധി കെട്ടവൻ. ഇങ്ങനെയാണ് നമ്മുടെ ബുദ്ധിയുടെ വിലയിരുത്തൽ. പ്രവാചകൻ ബുദ്ധിമാന്റെ വിലയിരുത്തൽ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ബുദ്ധിമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങളിൽ കുറെ പഠിപ്പും പണവും അല്ലെങ്കിൽ നിങ്ങളുടെ വലിയൊരു പ്രതാപവും സ്ഥാനവും അന്തസ്സും ഒക്കെ നേടിയെടുത്ത ആളെയല്ല റസൂൽ ബുദ്ധിമാൻ എന്ന് പറയുന്നത്. നാളേക്ക് വേണ്ടി എന്ത് നേടി, വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം തനിക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങൾ ഇവിടെ നിർവഹിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്തു തീർത്തിട്ടാണ് ഇയാളെ നിഷ്ക്രമിക്കുന്നതെങ്കിൽ അവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ. അങ്ങനെയാണ്. അങ്ങനെ ഒരു ബുദ്ധിമാന്മാരെ നോക്കുക. നമ്മുടെ ഫുട്ബോളിൽ തരുന്ന എത്ര മനുഷ്യന്മാര് മരിച്ചുപോയി. ആ മരണപ്പെട്ടു പോയതോടുകൂടി അവരുടെ ചരിത്രം അങ്ങോട്ട് അവസാനിച്ചു എന്നല്ലാതെ അവരെ ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് പോലെ, ഇന്നും സ്മരിക്കപ്പെടുന്നത് പോലെ എന്താണ് ഇവിടെ അവശേഷിപ്പിച്ചു വെച്ചിട്ടുള്ളത്? ഉദാഹരണത്തിന് അദ്ദേഹം ഇവിടെ ഒരു മദ്രസ ഉണ്ടാക്കി, ഒരു സ്കൂൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ വേറെന്തോ ഒരു സാധനം ഉണ്ടാക്കി, അതിൽ കുറെ ആളുകൾ പ്രയോജനപ്പെട്ടു, കുറെ ആളുകൾ പഠിച്ചു വരുന്നു, കുറെ ആളുകൾ ഉഷാറായി വരുന്നു, അല്ലെങ്കിൽ കുറെ കുട്ടികളെ അദ്ദേഹം തെരഞ്ഞെടുത്ത് കൊണ്ടുപോയി പഠിപ്പിച്ചു. അവരൊക്കെ നല്ല ആലിമുകളും നല്ല ആൾക്കാരും ഒക്കെ ആയി. അൽഹംദുലില്ലാഹ് അദ്ദേഹം മരണപ്പെട്ടു പോയെങ്കിലും അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ആ ചെറുപ്പക്കാരൊക്കെ ഇന്ന് പല ഭാഗത്തുമായിട്ട് ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, പണിയെടുക്കുമ്പോൾ, പാടുപെടുമ്പോൾ അതിന്റെയൊക്കെ ഒരു വിഹിതം അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തുന്നു. അൽ ഖയ്യിസ്, അവനാണ് ബുദ്ധിമാൻ, അവനാണ് ബുദ്ധിമാൻ. അമ്മാതിനൊരു ബുദ്ധിമാനായിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ബുദ്ധിമാന്മാരെ ഒന്നും കാണില്ല. ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും കൂട്ടുകാർക്കും വേണ്ടി കുറെ ഉണ്ടാക്കി വെച്ച് അങ്ങനെ അങ്ങ് മരിച്ചു പോകുന്ന ആളെയാണ് നമ്മൾ ബുദ്ധിമാൻ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനത്തെ ബുദ്ധിമാനല്ല നിങ്ങളാവേണ്ടത്. നിങ്ങൾ മരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് നാളെ കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ അവശേഷിപ്പിച്ചിരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ നേരവും സമയവും പണവും സമ്പത്തും അറിവും ആരോഗ്യവും എല്ലാം നിങ്ങൾ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ബുദ്ധിമാന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കുന്നു. ആരാ വെട്ടിയാരാ അതുകൂടെ പറഞ്ഞു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യാമോഹം വെക്കുക, അത് പടച്ചവനൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തും.
അത് നമ്മളൊന്നും അങ്ങനെയൊന്നും ബുദ്ധിമുട്ടാക്കൂല. അങ്ങോട്ടൊക്കെ രക്ഷപ്പെടാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അവരെന്നെ സഹായിക്കും, ഇവരെന്നെ സഹായിക്കും, അവരോടൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇവരോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ചില വ്യാമോഹങ്ങൾ കൊണ്ട് ഞാൻ നാളെ അവിടേക്ക് രക്ഷപ്പെടും എന്ന് ഒരു വ്യാമോഹങ്ങളുമായിട്ട് കൊണ്ടു നടക്കുകയും എന്നിട്ട് തന്റെ ഇച്ഛയെ, തന്റെ ആഗ്രഹത്തെ, തന്റെ ആഗ്രഹം എന്താണ്? ഇപ്പൊ ഈ കച്ചവടം എല്ലായിടത്തും നടക്കുന്നുണ്ട്. പരീക്ഷയൊക്കെ ഇല്ലാതെ കച്ചവടം നടത്താൻ പറ്റുമോ? അതിപ്പോ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാറ്റിനെയും ന്യായീകരിച്ചുകൊണ്ട്, എല്ലാ ഹലാലും ഹറാമും നോക്കാതെ, ഹൈറും ഷറും നോക്കാതെ, ശരിയും തെറ്റും നോക്കാതെ, ഒന്നും നോക്കാതെ കണ്ട് ആത്മാവ് ശരീരം എന്താണോ പറയുന്നത്, മനസ്സെന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മൾ തമിഴിൽ പറയില്ലേ, കണ്ടതേ കാഴ്ച കൊണ്ടതേ കോലം എന്ന് പറയും. അങ്ങനെയുള്ള കാണുന്നതിന്റെ പിന്നിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പറ്റം ഒരു തരം ജീവിതം. അതുകൊണ്ട് ചിലപ്പോൾ എന്തൊക്കെ ഇവിടെ ഉണ്ടാക്കി എന്നൊക്കെ വരാട്ടോ. ഇവിടെയൊക്കെ ചിലതൊക്കെ അങ്ങനെയൊക്കെ ജീവിച്ച ആളുകൾ ചിലതൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ വരാം. പക്ഷെ അത് വിജയിക്കുന്നവരും തന്നെ ഒരു വിജയത്തിന്റെ മാനദണ്ഡമായിട്ട് നിങ്ങൾ അതിനെ കണക്കാക്കരുത്. അതൊരു വ്യക്തിയാണ്. ഈ ഐഹികമായ ജീവിതം ഇവിടെ ഇട്ടിട്ട് പോകേണ്ടവനാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷവും അതിനു വേണ്ടി തന്റെ മനസ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്റെ ശരീരത്തെ കയറൂരി വിട്ടുകൊണ്ട് തന്റെ ജീവിതകാലത്തെ നഷ്ടപ്പെടുത്തി ഒരുത്തിനേക്കാൾ വലിയ വിഡ്ഢിയാരുള്ളത്. ആയതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിയുള്ള കച്ചവടക്കാരനായിട്ട് നമുക്ക് മാറാൻ കഴിയണം. നല്ലൊരു വിദ്യാർത്ഥിയെ പോലെ, നല്ല മിടുക്കനായ ഒരു വിദ്യാർത്ഥിയെ പോലെ ഈ സമയത്തെ നമ്മൾ ഉപയോഗിക്കാൻ കഴിയണം. ആ കുട്ടി എന്താ ചെയ്യലെന്നറിയോ? അവൻ പരമാവധി മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യനുകളാണ് അവൻ. കാരണം അവൻ എക്സാമിനേഷൻ മുന്നിൽ വെച്ചുകൊണ്ട് അവൻ പഠിക്കുന്നത്. അവൻ വെറുതെ പഠിക്കാൻ വേണ്ടി പഠിക്കുകയല്ല, ഈ പരീക്ഷയിൽ പരമാവധി മാർക്ക് വാങ്ങണം. അപ്പൊ ഏത് പഠിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടും അവന്റെ നോട്ടം അതില്ല. പരമാവധി മാർക്ക് കിട്ടുന്നത് മുഴുവൻ അവൻ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ നേടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് അവസാനം അവൻ A+ വാങ്ങിയ ഒരു വിദ്യാർത്ഥിയായിട്ട് പുറത്തു വരുന്നത് പോലെ ഈ പരിശുദ്ധമായ മാസം സമാഗതമാകുമ്പോൾ പരമാവധി റഹ്മാനായ റബ്ബിന്റെ ആ വലിയ അനുഗ്രഹങ്ങളും വലിയ സ്വഭാവങ്ങളും വലിയ പ്രതിഫലങ്ങളും എന്തിലെല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദിവസങ്ങളെ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ വെച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വരാൻ പോകുന്ന 30 ദിവസങ്ങളെ ഞാൻ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഷഹ്റുൻ അദീം, ഷഹ്റുൻ മുബാറക്, ഷഹ്റുൻ ഫീഹി ലൈലത്തുൻ മിൻ അൽഫി ഷഹർ. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, അവല്ലക്കും നിങ്ങൾക്ക് ഇതാ തടലിട്ടിരിക്കുന്നു ഷഹ്റുൻ അദീം, വളരെ പവിത്രമായ ഒരു മാസം. അങ്ങനെ ഒരു മാസം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് തണലിട്ട് നിൽക്കുകയാണ്. ആയതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര വലിയ ഒരു അനുഗ്രഹമാണ് നിങ്ങൾക്ക് ഇവിടെ കൂടെ നേടാനുള്ളത്. ആ ദിവസങ്ങളെ നിങ്ങൾ പവിത്രമായ ആ ദിവസങ്ങളെ ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറുണ്ടോ? നാളേക്ക് എന്ത് കരുതി എന്ന് പറയുന്ന ഒരു മനസ്സോടുകൂടി ജീവിതത്തെ ഒന്ന് സമീപിക്കാൻ തയ്യാറാകേണ്ട ദിവസങ്ങളാണ്. നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ രാവിലെ വർത്താനം പറഞ്ഞിട്ട് പോയതാണ്, ഇവിടെ നിന്ന് പോയതാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ കോവിഡിന്റെ വാക്സിനൊക്കെ കൊടുത്തതിന് ശേഷമേ മരണത്തിന് യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ ആരെപ്പ എങ്ങനെയാ മരിക്കണമെന്നൊന്നും പറയാൻ പറ്റും അല്ലെ? നമ്മളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളൂ, അപ്പോഴൊക്കെ മരിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന രൂപത്തിൽ എവിടെ വെച്ചിട്ടാണ്, അതിന്റെ പള്ളിയിൽ വെച്ചിട്ടാണോ അല്ല വേറെ എവിടെ വെച്ചിട്ടാണോ നിങ്ങളെ പിടിക്കുക എന്ന് മനസ്സിലാക്കുക സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നിങ്ങളോട് അടുപ്പാണ് മരണത്തിന് എന്നാണ്. അതായത് ഒരാളുടെ നിഴൽ എങ്ങനെയാണോ അയാളെ പിന്തുടരുന്നത് അതുപോലെ എന്റെയും നിങ്ങളുടെ പിന്നിൽ മരണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴൊന്നും വരില്ല. പക്ഷെ ഒരു പോയിന്റിൽ വെച്ചുകൊണ്ട് ഈ വാഹനത്തിൽ നിന്ന്, നിങ്ങൾ ഇപ്പോൾ പോകുന്ന വാഹനത്തിൽ നിന്ന് ഇറക്കുകയും അവന്റെ ഒരു വാഹനത്തിലേക്ക് അങ്ങ് കയറ്റി കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരവസ്ഥ വരും. അതിനു മുൻപായിട്ട് ഈ നൽകപ്പെട്ട അവസരത്തെ വിനിയോഗിക്കാൻ തയ്യാറാണോ എന്നാണ് നമ്മളോട് വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നത്. സൗമു യൗമിൻ മിൻ റമളാൻ അഫ്ളലു മിൻ അൽഫി യൗം. ഇതൊരു പണ്ഡിതന്റെ ഒരു നിരീക്ഷണമാണ്. നിങ്ങൾക്ക് 1000 ദിവസങ്ങളിലെ നോമ്പിനേക്കാളും പ്രധാനമാണ്. ഇതല്ലാത്ത കാലത്ത് നിങ്ങൾ 1000 നോമ്പ്, റമളാൻ അല്ലാത്ത കാലത്ത് നിങ്ങൾ എടുക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ഏത്? ഈ മാസത്തിലെ ഒരു നോമ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ തസ്ബീഹ് റമളാൻ അഫ്ളലു മിൻ അൽഫി തസ്ബീഹ്. ഈ റമളാനിലെ നിങ്ങളുടെ ഒരു തസ്ബീഹ് എന്ന് പറയുന്നത് മറ്റ് മാസങ്ങളിലെ 1000 തസ്ബീഹിനേക്കാൾ
മെച്ചപ്പെട്ടതാണ്. അല്ലെങ്കിൽ അതേപോലെ റകാഅത്തും ഫി റമദാൻ, അതേപോലെ റകാഅത്ത് ഈ റമദാനിൽ ഒരു റകാഅത്ത് നിങ്ങൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് 1000 റകാഅത്ത് മറ്റു കാലങ്ങളിൽ നമസ്കരിക്കുന്നതിനേക്കാൾ. അങ്ങനെ എല്ലാം നിങ്ങളുടെ ഒരു തസ്ബീഹിനാണെങ്കിലും തഹ്മീദിനാണെങ്കിലും ഉറക്കത്തിനാണെങ്കിലും എന്ന് പറഞ്ഞ പോലെ മൗനത്തിനാണെങ്കിലും അതുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഭാഗത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നോമ്പുസാഹിബ് ഇബാദത്ത്, ഒരു നോമ്പുകാരന്റെ ഉറക്കം വിവാദത്താണ്. ഇതൊരു സന്തോഷമുള്ള വർത്താനല്ലേ? അതന്നെ രാത്രി തിന്നലും പകൽ ഉറങ്ങലുമാണ്. അത് ഇബാദത്താണെന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറയാൻ വേണ്ട. നമ്മൾ പകല് മുഴുവൻ കിടന്ന് ഉറങ്ങുന്ന ഉറക്കത്തെ അല്ല ഈ പറഞ്ഞത്. നമുക്ക് സന്ദർഭം കിട്ടിയ സാഹചര്യം കിട്ടിയാൽ ഉറങ്ങുക എന്ന് പറയുന്നത് ഒരു സുഖമുള്ള ഏർപ്പാടാണ്. പക്ഷെ ആ ഉറക്കമല്ല പറഞ്ഞത്. രാത്രി ദീർഘനേരം നിന്ന് നമസ്കരിച്ച് ആയാസകരമായിട്ടുള്ള ഇബാദത്തുകളിൽ ഏർപ്പെട്ടുകൊണ്ട് പകലുള്ള ജോലികളിലൊന്നും ഒരു ഒഴിവുമില്ലാതെ ആ ജോലികളിൽ നിങ്ങൾ വ്യാപൃതനാകുമ്പോൾ നിങ്ങൾ പരിക്ഷീണിതനായിക്കൊണ്ട് നോമ്പിന്റെ ആ ആലസ്യത്തിൽ, നോമ്പിന്റെ ആയാസത്തിൽ നിങ്ങളൊന്ന് ഉറക്കത്തിലേക്ക് വീണുപോകും. നിങ്ങൾ അറിയില്ല ആ ഉറക്കം. അങ്ങനെ നിങ്ങൾ ഉറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചയ്ക്ക് ശേഷമുള്ള ഉറക്കത്തെ ഒരു സുന്നത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. കഴിയൂല. അതെന്തിനാന്ന് വെച്ചാൽ രാത്രി ദീർഘനേരം നിന്ന് നിസ്കരിക്കാൻ നിങ്ങളെ അത് പ്രാപ്തമാക്കുക എന്നുള്ളതിനാണ്. ഉറങ്ങുന്നത് പോലും ശക്തമായി ഉണരാൻ വേണ്ടി മാത്രം ഉറങ്ങുന്ന ആൾക്കാരാണ് നമ്മൾ ഉറങ്ങുന്നത് പോലും ഉണർന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ഊർജ്ജസ്വലനാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഉറക്കം. ആ അർത്ഥത്തിൽ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ റമദാനിന്റെ ക്ഷീണത്തിലും അതിന്റെ വല്ലാത്ത ഒരു ആയാസകരമായ അവസ്ഥയിലും നിങ്ങളൊന്ന് ഉറങ്ങിപ്പോയാൽ നൗമുസാഹിബ് ഇബാദത്തുണ്ട്, അതും ഒരു ഇബാദത്തായിട്ട് അള്ളാഹു കണക്കാക്കും. കാരണം നിങ്ങൾ വെറുതെ ഇങ്ങനെ ഈ കുത്തുബക്ക് വന്നിരുന്ന് ഉറങ്ങുമ്പോൾ ഉറങ്ങിയതല്ല അല്ലെ? ഇവിടെയൊക്കെ വന്നിരുന്ന് ഇങ്ങനെ ഈ തണുപ്പും ഈ കാർപ്പറ്റും ഒക്കെ തട്ടുമ്പോൾ ഇങ്ങനെ ഉറങ്ങണമായതല്ല. ഇത് അങ്ങനെയുള്ള ഉറക്കമല്ല. ഈ ഉറക്കം എങ്ങനെയാണെന്നറിയാം? ഇത് അയാളെ നോമ്പും പരിക്ഷീണതനാക്കിയിരിക്കുക, രാത്രിയുള്ള ദീർഘനേരമുള്ള നിസ്കാരവും അങ്ങനെയൊക്കെ അയാൾ വല്ലാത്തൊരവസ്ഥയിൽ എത്തിപ്പെട്ടിട്ട് ഒരു ഉറക്കത്തിലേക്കൊന്ന് വീണു പോകുക പറയില്ലേ, അങ്ങനെ പോയിട്ടുള്ളതാണ്. ആ ഉറക്കം തീർച്ചയായിട്ടും ഇബാദത്താണ്. അതേപോലെ തന്നെ നിങ്ങളുടെ മൗനം തസ്ബീഹാകുക. ഇപ്പൊ ഞാൻ ഈ കുത്തുബ കഴിയുന്നവരെ ഒരു 40 നമ്മളൊരു 10-25 മിനിറ്റ് കുത്തുബയും നിസ്കാരവും കൂടി കഴിയുന്നവരെ ഒരു പരമാവധി 12:45 നിങ്ങൾ അവിടെ വന്നു, 1:45 പോകും. 1 മണിക്കൂർ. ഈ 1 മണിക്കൂർ നേരം നിങ്ങൾ ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥയാണത്. നിങ്ങൾ മൗനത്തിലാണ്. ഈ 1 മണിക്കൂർ മുഴുവൻ തസ്ബീഹ് ചെയ്യാൻ എത്ര തസ്ബീഹ് ഉണ്ടാവും എന്നിട്ട് ആലോചിച്ച് നോക്കി. 1 മണിക്കൂർ മുഴുവൻ തസ്ബീഹ് ചെയ്യാൻ. അതേപോലെ പകൽ നേരത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോ ജോലിയിലോ പണിയിലോ, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ അവർ രാവിലെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ രാവിലെ പിന്നെ അവർക്ക് കുറെ ഒഴിവ് വേളയാണ്. ആ ഒഴിവ് വേളയിൽ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുറന്നു കഴിഞ്ഞാൽ എന്താ വരിക എന്ന് എനിക്ക് നല്ലോണം അറിയാം. ആയതുകൊണ്ട് ഞാൻ വായ തുറക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരാള് അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് മൗനം പാലിച്ചു കഴിഞ്ഞാൽ ആ മൗനവും തസ്ബീഹാണ്. അതേപോലെ അവന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കാൻ തയ്യാറായിട്ട് കാത്തിരിക്കുന്ന ദിവസങ്ങളാണിത്. അവന്റെ പ്രാർത്ഥനകളെല്ലാം പടച്ചതമ്പുരാൻ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് എപ്പോഴാണ് നിങ്ങൾ ദുആ ചെയ്യുക എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ദിവസങ്ങളാണ്. അപ്പൊ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന, പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടുന്ന, മൗനം പോലും ദിക്റുകളായി രേഖപ്പെടുത്തപ്പെടുന്ന, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതിനിടയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൊണ്ടല്ലോ, കർമ്മങ്ങള്, ആ കർമ്മങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടി പ്രതിഫലം നൽകുന്ന ഇങ്ങനെയൊക്കെ കച്ചവടക്കാരന്റെ കണ്ണോടുകൂടെ ഈ ദിവസങ്ങളെ കാണുകയാണെങ്കിൽ പരമാവധി ലാഭം കൊയ്തെടുക്കാൻ, പരമാവധി ഖൈറിലേക്ക്, പരമാവധി നാളെ പരലോകത്ത് രക്ഷപ്പെടുത്താൻ പെടാൻ പറ്റിയ ഒരുപാട് അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്നു. അത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. പിന്നെ ഈ വരാൻ പോകുന്ന ദിവസം ഉണ്ടല്ലോ, അതായത് ഇപ്പോ മിക്കവാറും നമ്മുടെ അവിടെ ഒരുപക്ഷെ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ഒക്കെയാണ് നോമ്പ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തിങ്കളാഴ്ചയാണെങ്കിൽ ഞായറാഴ്ച രാത്രി, ഇനി ചൊവ്വാഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ച രാത്രി. അവ്വലു ലൈലത്തുൻ മിൻ ശഹ്രി റമദാൻ ഫഇന്നഹു ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ നദറല്ലാഹു തആല ഇലൈഹിം
വമൻ നദറല്ലാഹു ഇലൈഹി ലം യുഅദ്ദിബുഹു അബദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വർത്തമാനമാണ്. നിങ്ങൾ ഈ റമദാനിന്റെ ആ ദിവസങ്ങൾ അന്വേഷിച്ച് എപ്പോഴാണ് മറ്റേ പറ കണ്ടോ എന്ന് നോക്കുക, മറ്റേ ചന്ദ്രക്കല കണ്ടോ, മാസം കണ്ടോ എന്ന് നോക്കുക, അന്വേഷിക്കുക. അങ്ങനെ ആ സമയം ആയിക്കഴിഞ്ഞാൽ ഉടനെ പള്ളിയിലേക്ക് എത്തിപ്പെടുക. ആ പള്ളിയിൽ വന്നിട്ട് നിങ്ങൾ ആ അമലിനും വിവാദത്തിനും റമദാനിലേക്ക് പ്രവേശിച്ച പ്രഥമ രാത്രി തന്നെ അത് ഉപയോഗപ്പെടുത്താനുള്ള തത്രപ്പാടിന്റെ അതിപ്പോ ആകട്ടെ, നാളെ വേണമെങ്കിൽ പോവാലോ, നാളെ നോമ്പാണെന്നൊന്നും ഉറപ്പില്ലല്ലോ എന്ന് ഒരു അലസമായി ഇരിക്കുന്നതിനപ്പുറം ആ ദിവസത്തെ ജാഗ്രതയോടെ കൂടെ കണ്ടുകൊണ്ട് അവ്വൽ ലൈല, അതിന്റെ ഒന്നാമത്തെ ഷഹർ റമദാനിന്റെ ആദ്യത്തെ രാത്രി തന്നെ നിങ്ങൾ ഇവിടെ എത്തിപ്പെടുകയാണെങ്കിൽ അത്തരം ആളുകളിലേക്ക് അല്ലാഹു തആല, അള്ളാഹുവിന്റെ ഒരു കൃപാകടാക്ഷമുണ്ട്, അള്ളാഹുവിന്റെ ഒരു തിരുനോട്ടമുണ്ട്. ആ നോട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് ഒരിക്കലും അദാബ് തീരുകയില്ല, അവർക്ക് ഒരിക്കലും അദാബിന്റെ പ്രശ്നമില്ല. പിന്നെ ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നുണ്ട്, ഫൈനഹു ഇദാ കാന ആഖിറുൽ ലൈലത്തി ഫിൽ റമദാൻ. ഇതേപോലെ ഇതിന്റെ അവസാനത്തെ രാത്രി പറയുമ്പോൾ ഷോപ്പിങ്ങിന്റെ ഔട്ടിങ്ങിന്റെ ഒക്കെ സമയമായി അല്ലേ? 24 രാവ് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലെവലില്ല, പിന്നെ നമ്മൾ വേറൊരു ലോകമാണ്. പക്ഷെ അവസാന രാത്രി വരെയും ഇത് നിങ്ങൾ സസ്റ്റെയിൻ ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നിലനിർത്തിക്കൊണ്ടുപോകുന്നു. അങ്ങനെയാണെങ്കിൽ ഗഫറല്ലാഹു ലഹും ജമീഅ, നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരപ്പെടും. നമ്മൾ ഇംഗ്ലീഷിലൊരു പ്രോവർബ് അറിയില്ലേ, വെൽ ബിഗൻ ഈസ് ഹാഫ് ഡൺ. നന്നായി തുടങ്ങിയ പകുതി ചെയ്തതിന് തുല്യം. നിങ്ങളുടെ തുടക്കം തന്നെ ഉഷാറായിട്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ആദ്യം തന്നെ ഉഷാറായിട്ട്. അപ്പൊ നോമ്പ് വരട്ടെ, അതിപ്പോ എവിടെ നോക്കാലോ ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആലോചിച്ചിരിക്കുകയല്ല വേണ്ടത്. അതിനെങ്ങനെ കാത്തുകെട്ടി നിന്നുകൊണ്ട് അതിങ്ങോട്ട് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ആ ദിവസത്തെ ഉപയോഗപ്പെടുത്തണമെന്ന അങ്ങേറ്റത്തെ ഔത്സുക്യത്തോടുകൂടി, താല്പര്യത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി, വല്ലാത്ത ഒരു ഉഷാറോടുകൂടി ആ ദിവസങ്ങൾ കാത്തു നേരത്തെ പള്ളിയിലൊക്കെ വന്ന് ഇരുന്ന് ആ ഒന്നാമത്തെ രാത്രി തൊട്ട് തന്നെ അങ്ങ് തീരുമാനിക്കുക, ഇൻഷാ അല്ലാഹ് ഇനി ആഖിറുൽ ലൈല, ഇതിന്റെ അവസാന രാത്രി വരെ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നങ്ങ് തീരുമാനിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവൻ രക്ഷപ്പെട്ടു. അങ്ങനെ നമുക്ക് തയ്യാറാകാൻ പറ്റുമോ? ഞാൻ എന്റെ ആദ്യത്തിൽ പറഞ്ഞതുപോലെ കച്ചവടക്കാരൻ കച്ചവടത്തിന്റെ കണക്ക് നോക്കി ലാഭം നിശ്ചയിക്കുവാൻ വേണ്ട നിലപാടുകൾ സ്വീകരിക്കുന്ന പോലെ ഒരു വിദ്യാർത്ഥി പരീക്ഷയുടെ അവസാനം മാർച്ച് മാസത്തിൽ ഇരിക്കുമ്പോൾ താൻ പഠിച്ചതിന് മുഴുവൻ ഒന്ന് മനനം ചെയ്ത് ഇതെല്ലാം ചെയ്തതിന് ശേഷം കൂടുതൽ മാർക്ക് വാങ്ങുവാൻ വേണ്ടി അവൻ തത്രപ്പാട് നടത്തുന്നത് പോലെ ഒരു വിശ്വാസി പരമാവധി ലാഭം കിട്ടുവാൻ വേണ്ടിയ ഒരു അവസരമായിട്ട് ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് മാറ്റുവാൻ ശ്രമിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അതിനേക്കാൾ വലിയ നഷ്ടം വേറൊന്നുമില്ല. അതുകൊണ്ട് 2 കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ ആഴ്ച റമദാന് മുമ്പായിട്ട് തന്നെ നമ്മൾ വാപ്പയും മക്കളും കുട്ടികളും മക്കളും മരുമക്കളും ആരൊക്കെയാണ് ഉള്ളത് വെച്ചാൽ എല്ലാവരും കൂടെ ഇരുന്നിട്ട് കഴിഞ്ഞ കൊല്ലങ്ങളുടെ കുറെ റമദാന് നമ്മള് എങ്ങനെയൊക്കെയോ പോയി. ഈ റമദാൻ അങ്ങനെ ആയാൽ പോരാ. ഇൻഷാ അല്ലാഹ് നമുക്കിതിനെ കർമ്മപ്രവൃത്തമായി കൃത്യമായിട്ടും വ്യക്തമായിട്ടും വ്യവസ്ഥാപിതമായിട്ടും ഇതിന് ഉപയോഗപ്പെടുത്താൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഒന്നിരുന്ന് ആലോചിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിന് വേണ്ട ചിട്ട, അതിൽ ഭക്ഷണം ഉണ്ടാക്കാനും അത് നിർമ്മിക്കാനും വേണ്ടി സിംഹഭാഗവും കളയുന്ന ഒരവസ്ഥ അങ്ങ് മാറുക. ഇതിൽ ഒരുപാട് ഇസ്രാഫും ദുർവ്യയവും വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. അവസാനത്തെ ഏറ്റവും മനോഹരമായ ദിവസങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി കയറിയിറങ്ങി ആ പണി എടുത്ത വസ്ത്രം മാറ്റാൻ പോവുക. വസ്ത്രം എടുക്കാൻ പോണേക്കാളും അപ്പുറമാണ് മാറ്റാൻ പോകുക. ഇങ്ങനെയൊക്കെ കൂടായിട്ട് അവസാന ദിവസം അങ്ങനെ പോകാതെ അത് എങ്ങനെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അങ്ങനെ നിർവഹിക്കാൻ പറ്റും, അങ്ങനെ എങ്ങനെ ആ ദിവസത്തെ സേവ് ചെയ്യാൻ പറ്റും, ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ള ചിന്ത. ഈ അർത്ഥത്തിലുള്ള ഒരു ഗൃഹയോഗം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. നമ്മുടെ വീടുകളിലൊക്കെ ഒരു മീറ്റിംഗ് ചെറുതായിട്ട് നടക്കട്ടെ. അതിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ മാസം ഖുർആൻ എത്ര ഓതാൻ പറ്റും ഒരു തവണയെങ്കിലും, ഒരൊറ്റ തവണ, 40 വയസ്സായി 50 വയസ്സായി 60 വയസ്സായി 65 അല്ലാതെയോ ആയി ഇതേവരെ റഹ്മാനായ റബ്ബ് എനിക്ക് തന്നിട്ടുള്ള ഈ ഖുർആനിൽ എന്താ പഠിച്ചോൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്ന് ആദ്യം മുതൽ അവസാനം വരെ ഒരൊറ്റ പ്രാവശ്യം വായിച്ചവരുണ്ടോ നമ്മളിൽ? ഒരു പ്രാവശ്യം, ഒരൊറ്റ പ്രാവശ്യം അതിനെന്താ പറഞ്ഞിട്ടുള്ളത് അറിയില്ലല്ലോ. ഖുർആനിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കളായ ചില ആളുകളൊക്കെ നമ്മളോടൊക്കെ ചോദിക്കും, ഇങ്ങനെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉണ്ടോ? അയ്യേ, ഖുർആനിൽ നമുക്ക് യാസീനും റഹ്മാനും അറിയുള്ളൂ, അതിന്റെ അപ്പുറത്തൊന്നും അറിയില്ല എന്ന് പറയുന്ന നിസ്സഹായ അവസ്ഥയാണ് പല വിശ്വാസികളുടെയും. ആ യാസീനും റഹ്മാനും തന്നെ എന്താ പറഞ്ഞതെന്ന് നമുക്കറിയില്ല.
അതിന്റെ അപ്പുറത്ത് ഈ റമദാനിൽ ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കും. അതേപോലെ നമ്മുടെ സക്കാത്ത് കാര്യങ്ങളൊക്കെ ഈ വർഷം എങ്ങനെയാണ്, എത്രയാണ് വേണ്ടതെന്നൊക്കെ കണക്ക് കൂട്ടിയിട്ട് ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു ആലോചന. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റമദാന്റെ മുന്നൊരുക്കമായിട്ട് ചെയ്യാണ്ട്. മാവ് വാങ്ങിക്കലും പൊടിച്ചു വെക്കലും മാത്രമല്ല റമദാൻ. തട്ടിക്കൊട്ടി വൃത്തിയാക്കലും അടിച്ചുകൂട്ടി വൃത്തിയാക്കലും മാത്രമല്ല റമദാനിനുള്ള തയ്യാറെടുപ്പ്. അതിന്റെ അപ്പുറത്ത് ഇങ്ങനത്തെ അതൊക്കെ വേണ്ടതുണ്ട്. മാവില്ലാഞ്ഞ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റൂല. ഇങ്ങനെ റമദാനെ വരവേൽക്കാൻ വേണ്ടി ഒരു വൃത്തിപ്പെടുപ്പും ആക്കേണ്ടതുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ അപ്പുറത്ത് ഇൻഷാ അല്ലാഹ് ഇതിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തി എന്ന് ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടി പരിശുദ്ധ റമദാനിനെ യാത്രയാക്കാൻ പറ്റിയ രൂപത്തിൽ ചില ശ്രമങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. അതിന് റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാണ്.